കാവ്യ ഇന്നലെ മറ്റേ അസിതയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ മറ്റൊരു പ്രായപരിധിയിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ്. കാവ്യ ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് അറിയാൻ കൗതുകമുണ്ട്. എനിക്ക് യഥാർത്ഥത്തിൽ വളരെയധികം അത്ഭുതം തോന്നുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു മതരാഷ്ട്രമാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നതിനിടയിലും രണ്ട് പ്രധാനപ്പെട്ട വിശ്വാസങ്ങളായിരിക്കാം ഒരു ജനാധിപത്യ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യ സംവിധാനം, 2 കോടതികൾ. ഈ 2 ഘട്ടത്തിലും അർപ്പിക്കുന്ന വിശ്വാസത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ് യഥാർത്ഥ വസ്തുത. അവിടെ രണ്ടിടത്തും അട്ടിമറിക്ക് തുടർച്ചയായി നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് കണ്ടത്. ഞാൻ ഈ ദൃശ്യങ്ങൾ ഇന്ന് വാർത്ത വായിക്കുമ്പോൾ പലകുറി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ മറ്റൊന്നും വേണ്ട, ആ ഭരണാധികാരിയുടെ മുഖത്തെ അങ്കലാപ്പ്, ആ CCTVയിലോട്ടുള്ള ആ ഒരു നോട്ടം, അതിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അസാധു 8 വോട്ടുകൾ നമ്മൾ കണക്ക് പറയുന്നു. എന്തുകൊണ്ട് അസാധു എന്നൊരു ചോദ്യത്തിന് അവിടെ ഉത്തരമില്ല. എന്തുകൊണ്ട് അസാധുവാക്കി എന്നതിനൊരു വ്യക്തമാക്കൽ നൽകാൻ തയ്യാറായിട്ടില്ല. എനിക്ക് ഒന്നുകൂടി അത്ഭുതം തോന്നുന്ന ഒരു കാര്യം, ഇതേ ആവശ്യവുമായി സുപ്രീം കോടതിയിൽ പോകുന്നതിന് തൊട്ടു മുൻപ് ഹൈക്കോടതിയിൽ പോയി ഇത്രയും വ്യക്തമായ ശക്തമായ തെളിവ് അവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് പരിഗണിക്കപ്പെട്ടില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. കോടതിയുടെ തലയ്ക്ക് മുകളില് അല്ലേ കൊമ്പും വായിൽ തേറ്റയും വളരുന്നു എന്ന് ഒരു കവി എമർജൻസി കാലം കഴിഞ്ഞ ഉടനെ സച്ചിദാനന്ദ മാഷ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമാണത്. സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു പരാമർശം നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കോടതിയെല്ലാം കാണുന്നുണ്ട്, ഇത്തരമൊരു പ്രവണത, തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന സംവിധാനങ്ങൾ കാണാതിരിക്കാനാവില്ല. അത് നമുക്ക് വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു സെൻറ്റൻസ്. തീർച്ചയായിട്ടും കോടതികൾ എല്ലാം കാണണം. നീതിദേവതയുടെ മുഖം, കണ്ണ് അത് കെട്ടിയടച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാവുന്നത്. നമ്മളൊക്കെ എല്ലാവരും നീതിദേവതയുടെ പ്രതിമ കാണുന്നുണ്ട്. കണ്ണ് കാണാത്തതല്ല, കണ്ണ് നിഷ്പക്ഷത കൊണ്ട്, പക്ഷമില്ലായ്മ കൊണ്ട് കണ്ണ് കെട്ടിയിരിക്കുകയാണ്. നീതിദേവത ആ കണ്ണിലൂടെ തന്നെ എല്ലാം കാണുന്നുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ അനീതിക്ക് ഇരയായാലും കോടതിയെ അഭയം പ്രാപിക്കാനും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും ഒക്കെ തയ്യാറാവുന്നത്. ആ പ്രതീക്ഷ എല്ലായിടത്തും അസ്ഥാനത്തായിട്ടില്ല. ഹൈക്കോടതി ഇല്ലെങ്കിൽ സുപ്രീം കോടതിയുണ്ട്, ഒരു ജഡ്ജി ഇല്ലെങ്കിൽ വേറൊരു ജഡ്ജിയുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. എല്ലാ മെഴുകുതിരികളും അണഞ്ഞിട്ടില്ല എന്ന വിശ്വാസം വളരെ സന്തോഷകരവുമാണ്. ഇപ്പോൾ കോടതിക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റില്ല. അതെ അതെ, നമ്മൾ ഈ കോടതിയുടെ കാര്യം പറയുന്ന സമയത്ത് ഒരു അവസാനത്തെ അഭയകേന്ദ്രമാണ്. സുപ്രീം കോടതിയിലെ എല്ലാ ജസ്റ്റിസുമാരും ഈ ചന്ദ്രചൂഡിനെ പോലുള്ള സമീപനം കൈക്കൊള്ളുന്ന ആൾക്കാരുമല്ല. നമ്മുടെ മുന്നിൽ എത്രയോ വിധിന്യായങ്ങളുണ്ട്. ഗുജറാത്ത് അപൂർവമായി കൈക്കൊള്ളുന്നവർ പോലും എപ്പോഴും അത് കൈക്കൊള്ളുന്നില്ല. അവര് വിളറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്, അവര് വിറച്ചു പോകുന്ന നിമിഷങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്തെന്നാൽ ഇതിലുമെല്ലാം അപ്പുറത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ആസൂത്രിതമായി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്.